നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 118. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം. ഇന്ന് പ്രഥമസ്കന്ധം 13-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. 1, 2 ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 13-ാം അധ്യായത്തിലെ 3 മുതൽക്കുള്ള ശ്ലോകങ്ങൾ. അപ്പോൾ ഇവിടെ 3, 4, 5, 6 4 ശ്ലോകം ഒന്നായിട്ടാണ് അർത്ഥം പറയാനുള്ള സൗകര്യം. അപ്പോൾ അത് പാരായണം ചെയ്യാം. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ചാസൂതാ ശാരദ്വ്രത പൃഥ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാ ച ഉത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോജ്ഞാതയ സസുതാസ്ത്രിയ പ്രത്യഗ്ജന്മു പ്രകർഷേണ പ്രാണം തന്വൈവാഗതം അഭിസംഗമ്യ വിധിവത് പരിശങ്കാഭിവാദനൈഃ മുമുചു പ്രേമബാഷ്പൗഘം വിരഹൗത്കണ്ഠ്യകാതരാഃ രാജാ തം അർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. ഇങ്ങനെയാണ് 4 ശ്ലോകങ്ങൾ ഒന്നായിട്ട്. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ചാസൂതശാരൽ വ്രതപൃഥ ഗാന്ധാരി ദ്രൗപദി ബ്രഹ്മൻ സുഭദ്രാ ച ഉത്തരാ കൃപി അന്യാശ്ച ജാമയ പാണ്ഡോജ്ഞാതയ സസുതാസ്ത്രിയ പ്രത്യഗ്ജന്മു പ്രഹർഷേണ പ്രാണം തന്വൈവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ മുമുചു പ്രേമബാഷ്പൗഘം വിരഹൗത്കണ്ഠ്യകാതരാഃ രാജാ തം അർഹയാം ചക്രേ കൃതാസന പരിഗ്രഹം. ആ 4 ശ്ലോകങ്ങളുടെ വാക്കാർത്ഥം പറയാം. ഹേ മുനെ, ബന്ധുവായ അവനെ ശ്രീകൃഷ്ണനെ വന്നതായി കണ്ടിട്ട് അനുജന്മാരോടുകൂടിയ യുധിഷ്ഠിരൻ, ധൃതരാഷ്ട്രരുടെ ദാസിയിൽ ജനിച്ച പുത്രൻ യുയുത്സു, സഞ്ജയൻ, കൃപൻ, പൃഥ ശാരദ് വൃത, കൃപാചാര്യ പൃഥ എന്ന് പറഞ്ഞാൽ കൃപൻ, പിന്നെ കുന്തി, പാഞ്ചാലി, ദ്രോണരുടെ ഭാര്യയായിരിക്കുന്ന കൃപി, പാണ്ഡുവിൻ്റെ ജ്ഞാതികളുടെ ഭാര്യമാര്, പുത്രസഹിതന്മാരായ ജ്ഞാതികൾ, അന്യകളായ സ്ത്രീകൾ, ശരീരാവയവങ്ങൾ മൂർച്ച വിട്ടുണർവിനെ പ്രാപിച്ച പ്രാണനെ പോലെ സന്തോഷത്തോടുകൂടെ എതിരേറ്റു ചെന്ന് ആലിംഗനം, വന്ദനം മുതലായവ കൊണ്ട്, അതായത് എല്ലാവരെയും ആലിംഗനം ചെയ്യില്ല. ആലിംഗനം അർഹിക്കുന്നവർക്ക് ആലിംഗനം, മറ്റുള്ളവർ വന്ദനം അർഹിക്കുന്നവർ വന്ദനം, കൈവീശേണ്ടവരോട് കൈവീശിട്ടൊക്കെ വിധിപ്രകാരം യോജിച്ചിട്ട് വിരഹം നിമിത്തമുണ്ടായ ഉത്കണ്ഠയാൽ പരവശരായിട്ട് സ്നേഹത്താൽ പുറപ്പെട്ട കണ്ണീരിനെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണീരൊഴുക്കി. കണ്ണീരിനെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണീരിനെ ഒഴുക്കി മോചിപ്പിച്ചു. ആസനത്തെ സ്വീകരിച്ചിരിക്കുന്ന അവനെ, അതായത് പീഠം സ്വീകരിച്ച് അതിലിരിക്കണം ഭഗവാൻ, യുധിഷ്ഠിരൻ പൂജിച്ചു. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഹേ ശൗനകമുനെ, സൂതൻ പറയാണല്ലോ, സഹോദര സഹിതനായ ധർമ്മപുത്രരെ, അതായത് പിന്നെ നകുല സഹദേവന്മാർ, അർജുനൻ, ഭീമൻ, അപ്പോൾ എല്ലാവരും ആയില്ലേ. ധർമ്മപുത്രർ ധൃതരാഷ്ട്ര, യുയുത്സു, സഞ്ജയൻ, കൃപാചാര്യർ,
കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര, ഉത്തര, കൃപി, മറ്റുള്ള ബന്ധുക്കളുടെ ഭാര്യമാർ, പാണ്ഡു മഹാരാജാവിൻ്റെ ജ്ഞാതികൾ, മക്കളോടുകൂടിയ മറ്റു സ്ത്രീകൾ, ഇവരെല്ലാവരും ബന്ധുവായ വിതുരൻ വന്നതറിഞ്ഞ്, വിതുരര് തീർത്ഥയാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, വന്നതറിഞ്ഞ് മോഹാലസ്യം തീരുന്ന സമയം കൈകാൽ മുതലായ അവയവങ്ങൾ പ്രാണനെ സന്തോഷത്തോടുകൂടെ പ്രാപിക്കുന്നത് പോലെ. അത് വലിയൊരു പ്രയോഗമാണ്. നമുക്ക് ബോധമില്ലാണ്ടായാൽ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. കയ്യ്, കാല്, ത്വക്ക്, കണ്ണ്, മൂക്ക്, ചെവി, നാവ് ഒന്നും പ്രവർത്തിക്കില്ല. മോഹാലസ്യം തീരുമ്പോൾ ഓരോന്ന് കൂടെ പ്രാണൻ ഓടുക ചെയ്യുക. പ്രാണനെയാണ് ഈ ക്ലോറോഫോം കൊടുത്ത് നിർത്തണത്. അപ്പോൾ ശരീരം മുഴുവൻ പ്രാണൻ ഉണ്ടാവില്ല. പ്രാണൻ ഓടണത് പിന്നെ എപ്പോഴാണ്? ഈ ക്ലോറോഫോമിൻ്റെ സെൻസ് കഴിയുമ്പോഴാണ്. അപ്പോൾ അത് നമുക്കറിയും. ഈ മോഹാലസ്യപ്പെടുത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാതെ ഒരു തരത്തിൽ, അല്ലെങ്കിൽ വെറുതെ. അപ്പോൾ മോഹാലസ്യം തീരുന്ന സമയം കൈകാൽ മുതലായ അവയവങ്ങൾ പ്രാണനെ സന്തോഷത്തോടുകൂടെ പ്രാപിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതര സമൂഹത്തിൽ, ഇപ്പോൾ ബൈബിൾ എടുത്തു നോക്കിക്കോളൂ, ഖുറാൻ എടുത്തു നോക്കിക്കോളൂ, ഇങ്ങനൊരു സയൻസ് നിങ്ങൾക്ക് കാണില്ല. ദിസ് ഈസ് എ പ്യുവർ സയൻസ്. സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഭക്തി പിന്നെയാണ്. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം കഴിഞ്ഞിട്ടാണ് ഭക്തി. അത് നമുക്ക് മനസ്സിലാവണില്ലേ? നമ്മൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങിയ ഭക്തി എന്നാ പറഞ്ഞാൽ അതല്ല. ഒരു ഭക്തനാവണമെങ്കിൽ, ഒരു ഭക്തയാവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കാണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണ മാതിരി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിരൽ വെച്ച് വിട്ടുപോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണത്. അപ്പോൾ കൈകാലുകൾ, മറ്റ് ഇന്ദ്രിയങ്ങൾ പ്രാണനെ എത്ര സന്തോഷത്തോടു കൂടെയാണ് അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വീകരിക്കണത്. വന്നിച്ചും വിധിപ്രകാരം എതിരേറ്റു. വിതുരരുടെ വിയോഗം നിമിത്തമുണ്ടായി ദുഃഖത്തെ ആലോചിച്ച് പരവശന്മാരായി ആനന്ദബാഷ്പത്തെ വർഷിച്ചു. ധർമ്മപുത്രർ ആസനാദികളെ നൽകി സൽക്കരിച്ച് അതിൽ ഇരുന്ന് വിതുരരെ പൂജിച്ചു. ഇവിടെ നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? വിതുരരാരാ? ദാസീപുത്രനാ. ഇവരാരാ? ഇവര് ബ്രാഹ്മണരല്ല, ക്ഷത്രിയന്മാരാണ്. അപ്പോൾ ക്ഷത്രിയന്മാർ, പ്രത്യേകിച്ച് ധർമ്മപുത്രർ, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഭാരതത്തിൻ്റെ ചക്രവർത്തിയായി തീർന്നതിൻ്റെ ശേഷം ഒരു ദാസീപുത്രനായ വിതുരരെ കാല് കഴിച്ച് പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗരിമ നമ്മൾ മനസ്സിലാക്കണം. അത് അടുത്ത ശ്ലോകം 7. എനിക്ക് വളരെയധികം വൈകാരികത സൃഷ്ടിക്കുന്നതാണ്. കാരണം എന്താ? ഇത് എൻ്റെ പ്രാണവായുവായിട്ട് മാറി. ഭാഗവതം എൻ്റെ പ്രാണവായുവായിട്ട് മാറി. പക്ഷേ എനിക്ക് അതിൽ അഭിമാനമുണ്ട്. കാരണം എന്താ? ഞാൻ ദാസീപുത്രനാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് കിട്ടുന്ന അപ്രീഷിയേഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് പകരം വയ്ക്കാനില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ? തം ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജാ പ്രാഹസ്വാനാം വിശൃണ്വതാം. തം ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖമാസനെ പ്രശ്രയാവനതോ രാജാ പ്രാഹസ്വാനാം വിശൃണ്വതാം. ഭോജനം കഴിച്ചവനും, ആഹാരമൊക്കെ കഴിച്ചു, പീഠത്തിൽ പീഠത്തിൽ സുഖമായിരുന്ന് വിശ്രമിക്കുന്നവനുമായ അവനോട് വിനയത്തോടുകൂടെ നമസ്കരിച്ച രാജാവ്
അതായത് ധർമ്മപുത്രരെ സ്വന്തം ജനങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു. എല്ലാവരും സഭയിൽ പറഞ്ഞു. അതിൻ്റെ ആഖ്യാനം പറയാം. ആ വിതുരർ ഭക്ഷണാദികൾ കഴിച്ച് ശ്രമപരിഹാരം ചെയ്ത് പീഠത്തിൽ സുഖമായിരിക്കുമ്പോൾ ധർമ്മപുത്ര മഹാരാജാവ് വിനയത്തോടുകൂടെ വണങ്ങി തൻ്റെ സംബന്ധികൾ എല്ലാവരും കേൾക്കെ പറഞ്ഞു. അതായത് എനിക്ക് വേണ്ടപ്പെട്ടവർ, അവിടെ ഉള്ളവരല്ല, സംബന്ധികളെന്ന് പറഞ്ഞാൽ ബന്ധമുള്ളവരൊക്കെ കേട്ടു പറഞ്ഞു. എന്താ പറഞ്ഞത്? യുധിഷ്ഠിര ഉവാച. അതിനിടയ്ക്ക് അവിടെ പറയുന്നുണ്ട്, സ്വാനാം വിഷുണ്ണതാം എന്നതിന് തേഷാംച ശൃണ്വതാം എന്ന് പാഠഭേദം. വാ എന്ന ഉപസർഗം വിപരീതാർത്ഥത്തെ കുറിക്കുന്നത് കൊണ്ട് ശൃണ്വതാം എന്ന പാഠമാണ് ഉചിതം എന്ന് പറഞ്ഞു. ശൃണ്വതാം വിസൃണ്ണതാം എന്ന് പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ യുധിഷ്ഠിരാവാചാം, യുധിഷ്ഠിരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? 8ാമത്തെ ശ്ലോകം. അഭിസ്മരതനോ യുഷ്മൽ പക്ഷശ്ചായാസമേധിതാൻ വിപദ്ഗണ്വാദിഷാജ്ഞാദേർമോചിതായൽ സമാകൃതാം. അഭിസ്മരതനോ യുഷ്മൽ പക്ഷശ്ചായാസമേധിതാൻ വിപദ്ഗണാദിഷാജ്ഞാദേർ മോചിതായൽ സമാതൃകാം. മോചിക്കപ്പെട്ടു. അപ്പം അതിൻ്റെ പറഞ്ഞു, അങ്ങയുടെ ചിറകുകളുടെ നിഴലിൽ ഈ ദാസീപുത്രനായിരിക്കുന്ന വിതുരര് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്നു. പിന്നെ ധൃതരാഷ്ട്രയുടെ മൂത്ത മകൻ ദുര്യോധനാദികൾ യുവരാജകുമാരനായപ്പോൾ ഈ മന്ത്രിനെ വഷളാക്കുന്ന കൂട്ടത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തൻ്റെ മൂത്ത സഹോദരനാണ് ആര്? ധൃതരാഷ്ട്ര അച്ഛനൊന്നാണ്. അപ്പോൾ പിന്നെ പാണ്ഡുപുത്രരോ വേറൊരു വലിയ സഹോദരൻ്റെ മക്കളാണ്. പക്ഷേ അവർ ധർമ്മത്തിൻ്റെ പാതയിൽ പോവുക കാരണം അതാണ് ഇവിടെ ധർമ്മപുത്രർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങയുടെ ചെറുകിൻ്റെ ഉള്ളിലാണ് ജീവിച്ചിരുന്നത്, കഴുകന്മാരെ കൊത്തിക്കൊണ്ടുപോകില്ലെങ്കിൽ ഞങ്ങളെ. അപ്പോൾ അങ്ങയുടെ ചിറകുകളുടെ നിഴലിൽ വളർത്തിയ ഞങ്ങളെ ഓർക്കുന്നുവോ? അങ്ങ് ഞങ്ങളെ ഓർക്കണില്ലേ? യാതൊന്ന് ഹേതുവായിട്ട് അമ്മയോടുകൂടിയ ഞങ്ങൾ വിഷം, അഗ്നി മുതലായ ആപത്തുകളുടെ സമൂഹത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവരായി. അങ്ങ് കാരണം ഞങ്ങൾ അഗ്നിയിൽ നിന്നും അരക്കില്ലത്തിൽ നിന്നും പല ഏടാകൂടങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത് അങ്ങയുടെ സ്വാധീനത്തിലാണ്. ഇതിനേക്കാൾ വലിയൊരു ആദരവ് എന്താ വിതുരർക്ക് വേണ്ടത്? യുധിഷ്ഠിരൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പക്ഷികൾ ചിറകുകൾക്കടിയിൽ വെച്ച് വളർത്തുന്ന വിധം അങ്ങ് കരുണയോടെ വളർത്തിയ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ശത്രുക്കൾ പ്രയോഗിച്ച വിഷം, തീ എന്നിങ്ങനെയുള്ള അനേകം ആപത്തുകളിൽ നിന്ന് ഞങ്ങളെയും അമ്മയെയും അങ്ങല്ലയോ രക്ഷിച്ചത്? അപ്പോൾ നമ്മളെ ഒരാളെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു ചേച്ചീനെ പറ്റി പറയും. അപ്പൊക്കെ അവരെന്നോട് ചൂടാവും, ഞാൻ എന്താ ചെയ്തത്, എന്തിനാ എപ്പോഴും ഇത് പറയുന്നത്? ഞാൻ ഭാഗവതം പഠിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്കിത് പറയാതെ ഇരിക്കാൻ പറ്റില്ല. ആരിൽ നിന്ന് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ എന്നെ എന്തുകൊണ്ട് മോറൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആര് കാട്ടാലും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ പക്ഷികൾ ചിറകുകൾക്കടിയിൽ വെച്ച് വളർത്തുന്ന വിധം അങ്ങ് കരുണയോടെ വളർത്തിയ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ശത്രുക്കൾ പ്രയോഗിച്ച വിഷം, തീ എന്നിങ്ങനെയുള്ള അനേകം ആപത്തുകളിൽ നിന്ന് ഞങ്ങളെയും അമ്മയെയും അങ്ങല്ലയോ രക്ഷിച്ചത്? അതിനുള്ള കൃതജ്ഞതയാണത്. പരമശൈലി 9ാമത്തെ ശ്ലോകം. കയാവൃത്യാവർത്തിതം വശ്ചരദ്ഭിക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. കയാവൃത്യാവർത്തിതം വശ്ചരദ്ഭിക്ഷിതിമണ്ഡലം.
തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. എന്താണ് അർത്ഥം പറയാ? ഭൂമണ്ഡലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയാൽ ഏതുവിധം വ്യാപാരത്താൽ വർത്തിക്കപ്പെട്ടു. അങ്ങ് എങ്ങനെയാണ് ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്? പ്രധാനങ്ങളായ ക്ഷേത്രങ്ങൾ, തീർത്ഥങ്ങൾ ഈ ഭൂതലത്തിൽ സേവിക്കപ്പെട്ടുല്ലോ, അല്ലേ? അങ്ങനെയുള്ള അങ്ങ് ഇത്ര ദിവസം അസ്തിനപുരത്തിൽ നിന്ന് വിട്ടുനിന്നത്. അതിൻ്റെ ഭാവാർത്ഥം, ഭൂമണ്ഡലത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന കാലം ഏതുവിധമാണ് ശരീരരക്ഷയെ നിർവഹിച്ചത്? ഭൂമിയിലുള്ള ഏതേത് ക്ഷേത്രങ്ങളെയും തീർത്ഥങ്ങളെയും സേവിച്ചു? ഇതിൻ്റെ ഉത്തരം ആണ് എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 10 ഉറുപ്പ്യ ചിലവാക്കാതെ കണ്ട് എവിടെയും പോകാതെ കണ്ട് ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ കഥാപാത്രങ്ങളിലും വെച്ച് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് വിതുര ഉവാച. വിതുരന് പറയണം, വിതുരനീതി ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, വിതുരനീതി. അപ്പോൾ വിതുരനെ ഞാനൊരു റോൾ മോഡലായിട്ട് എടുക്കുകയാണ്. എന്തൊക്കെ അപഹാസ്യങ്ങൾ ഉണ്ടായാലും വിതുരരെ പോലെ ശ്രീകൃഷ്ണനെ ചിത്തത്തിൽ വെച്ച് ആരാധിക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വ്യാസർ ഈ ഭൂമണ്ഡലത്തെ എങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് പല കഥകളിലും. രാമായണത്തിൽ വാൽമീകി എങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു, അതുകൂടൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. മനസ്സിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. 10 ഉറുപ്പ്യ ഇല്ലെങ്കിലും ഞാനാണ് ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും ധനാഢ്യെന്ന് വിചാരിക്കണേൽ എനിക്ക് വല്ലവരുടെയും ആവശ്യമുണ്ടോ? വല്ലവരുടെയും ചീട്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പക്ഷേ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ബോസാണ് എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ചൈതന്യമാണ് എൻ്റെ ബോസ്. ഭാഗവത ഭക്തദാസൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗവത ഭക്തന്മാരുടെ ദാസൻ എന്നാ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കണത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയണു, ഭവദ്വിധ ഭാഗവത തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗദാഭൃതാം. ഭവദ്വിധ ഭാഗവത തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗദാഭൃതാം. അങ്ങയെപ്പോലുള്ള ഭാഗവത ഭക്തന്മാർ. അപ്പോൾ പിന്നെ വിതുരനാരാ? ഭാഗവത ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദാസനാണ്. അതാണ് റോൾ മോഡൽ എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങയെപ്പോലുള്ള ഭാഗവത ഭക്തന്മാർ, ഹേ സർവജ്ഞ, അങ്ങ് ആരാ? സർവജ്ഞ, ഈശ്വരതുല്യനാണ്. കാരണം ഈ യമധർമ്മരാജാവിൻ്റെ അവതാരമാണ് ധർമ്മപുത്രൻ എന്ന് പറഞ്ഞു. ഈ യമധർമ്മരാജാവിന് വേറെ ശാപം കിട്ടിയിട്ടുണ്ട്. എന്താ? ഭൂമിയിൽ ശൂദ്രജാതിയിൽ പൊറക്കണം എന്ന്. അതിനുള്ള കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും ഒരേപോലെ. ആരാ? ധർമ്മപുത്രരും വിതുരരും. അപ്പോൾ ഇവിടെ പറയണു, ഹേ സർവജ്ഞ, സ്വതേ പരിശുദ്ധന്മാരായി ഭവിച്ച നിങ്ങൾ എന്തിനാ തീർത്ഥസ്നാനാദികൾ ചെയ്യുന്നത്? എത്രയോ പാപികൾ അവരുടെ പാപത്തെ ഏതേത് തീർത്ഥസ്നാനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതാത് നദികളെ അതിൽ നിന്ന് മുക്തി കൊടുക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർ അതിലിറങ്ങി കൈകാല് കഴുകണു, കുളിക്കണു. പറഞ്ഞു ശേഖർ. ഈ ഗംഗ, യമുന, സിന്ധു, കാവേരി, നർമ്മദ, ഗോദാവരി, ഈ 7 പുണ്യ നദികളും അതിൻ്റെ അതിലേക്ക് വന്നു ചേരുന്ന മറ്റ് നദികളൊക്കെ കോടിക്കണക്കിന് ഭക്തന്മാരുടെ പാപങ്ങൾ അതിൽ നിക്ഷേപിക്കുകയാണ്. അവരുടെ ഭക്തന്മാരുടെ പാപങ്ങൾ. അപ്പോൾ ഈ നദികൾ എന്തു ചെയ്യും?
നദികൾ വ്യാസര്, ശുഖബ്രഹ്മ മഹർഷി അല്ലെങ്കിൽ വിതുരരെ പോലെയുള്ള ശ്രേഷ്ഠന്മാർ വന്ന് ഈ നദികളിൽ ഇറങ്ങുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള പാപങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടണം. അപ്പോൾ നദികളൊക്കെ വീണ്ടും പാപവിമുക്തരാവണം. ഇതാണ് ഭാവന. ഇതൊരു ഭാവനയാണ്. ഇത് ഉദ്ഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൈപ്പ് വെള്ളം ഒരു കപ്പ് എടുത്തിട്ട് ഗംഗാ യമുന സിന്ധു കാവേരി ഗംഗാ യമുന സിന്ധു കാവേരി നർമ്മദ ഗോദാവരി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രധാന തീർത്ഥങ്ങളും എൻ്റെ കപ്പിൽ വെള്ളമുണ്ട്. ഭാവനയ്ക്കല്ലേ ബലം. അത് ഞാൻ ശിരസിലൊഴിക്കും. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇതൊക്കെ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, സ്വതേ പരിശുദ്ധന്മാരായി ഭവിച്ചരാകുന്നു നിങ്ങൾ, തങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന വിഷ്ണുവിനാൽ തീർത്ഥങ്ങളെ പരിശുദ്ധകളാക്കി തീർക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലെ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. പക്ഷെ എല്ലാവരും അറിയണില്ല. അതുകൊണ്ടല്ല അവർ മറ്റുള്ള സ്ഥലത്തേക്ക് പോണത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള വിഷ്ണു ചൈതന്യം കൊണ്ട് നദികൾ പാപവിമുക്തരകളാവുന്നു. ഇതാണ് സത്സംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര കഠോരമായുള്ള പാപമാണെങ്കിൽ സത്സംഗങ്ങളിൽ ദിവ്യന്മാരെ കണ്ടുമുട്ടിയാൽ പാപങ്ങൾ പമ്പ കിടക്കും. അതുകൊണ്ടാണ് സത്സംഗത്തിന് വില. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. നിങ്ങൾ തീർത്ഥാടനം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തീർത്ഥങ്ങളെ അനുഗ്രഹിപ്പാനാണ് എന്ന് പറയുന്നു. എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ എന്തു പറയുവാനാണ്? എപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയെപ്പോലുള്ള പരമഭക്തന്മാർ സ്വതേ പരിശുദ്ധരാണ്. അതാണ് ഈ ധനത്തിൽ ദുരാശയുള്ള ദുര്യോധനാദികൾക്ക് ഇതേ വിതുരരെ പോലുള്ള മന്ത്രിമാർ സഹിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? വിഷ്ണുത്വത്തിനെതിരാണ് ദുര്യോധനാദികൾ. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇദ്ദേഹം വിഷ്ണുവിൻ്റെ തത്വം ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അതാർക്ക് പറ്റില്ല? ദുര്യോധനനെ പോലുള്ളവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങയെപ്പോലുള്ള പരമഭക്തന്മാർ സ്വതേ പരിശുദ്ധരാണ്. പാപം ചെയ്ത അനേകം ജനങ്ങളുടെ സ്പർശന സ്നാന ആചമനാദികൾ നിമിത്തം ശക്തി കുറഞ്ഞു വരുന്ന തീർത്ഥങ്ങളെ ഹൃദയസ്ഥിതനായ ശ്രീ ഹരിദ്വാര ഹരിദ്വാർ എവിടെയാണ്? ഹരിദ്വാർ നമ്മുടെ മനസ്സ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ജിയോഗ്രാഫി പ്രകാരം ഹരിദ്വാറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഹരിയെ, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം സാക്ഷാൽ ശ്രീ ഹരി. ഹരയേ നമ, ഹരയേ നമ, ഹരയേ നമ. അപ്പോൾ എല്ലാവരും ഡോംബിവിലിയിൽ ഈ SNDP സെൻറ്ററിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അന്നത്തെ ധനാഢ്യകൾ, അങ്ങനെ തന്നെ പറയാം, ഞാൻ ദരിദ്രനാരായണനാണ്. എത്രയോ പ്രാവശ്യം സാറ് വരൂ ചതുർധാമ പോവുക, അവിടെ പോവാം, ഇവിടെ പോവാം. സാറിന് ഒറ്റയ്ക്ക് വരാൻ വയ്യേ, മിസ്സിസിനെയും കൊണ്ടുപോവാം. ആരാ പറയാ? എന്താ ഞങ്ങൾ നമ്മളുടെ ബന്ധം? ഭാഗവതം. അപ്പം ഭാഗവതം എന്ന് പറഞ്ഞത് എല്ലാവരെയും എന്താ പറയുക, പിടിപ്പിക്കും. വിടില്ല, ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഈ ഇന്ത്യൻ റെയിൽവേയുടെ ബോഗീസിന് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത്? അത് പിന്നെയും വിട്ടൂന്ന് വരും അശ്രദ്ധ കൊണ്ട്. ഇതൊരു പ്രാവശ്യം പിടിച്ച പിന്നെ വിടില്ല, ആജീവനാന്തം നിലനിൽക്കും. ഭാഗവതത്തിൻ്റെ ബന്ധം അങ്ങനെയാണ്. എന്തപ്പോൾ പറയാ? അപ്പോൾ ശക്തി കുറഞ്ഞു വരുന്ന തീർത്ഥങ്ങളെ ഹൃദയസ്ഥിതനായ ശ്രീ ഹരിദ്വാര പരിശുദ്ധങ്ങളാക്കുവാൻ വേണ്ടി നിങ്ങളും തീർത്ഥസ്നാനവും ക്ഷേത്രാദികളിൽ ചെന്ന് ദർശന നമസ്കാരാദികളും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ
ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങളുണ്ടാ എന്താ? നമ്മുടെ പൂർവികർ സഞ്ചരിച്ച മണ്ണുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പുണ്യങ്ങൾക്കൊരു അംശം ആ പാദരേണുക്കൾ കൂടെ നമുക്ക് കിട്ടും. ഞാൻ സെപ്റ്റംബർ 3 ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരത്ത് ഞെരളത്ത് ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രം, കരിമ്പുഴ ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രമൊക്കെ കണ്ടു. ഞാനും മിസ്സിസും കൂടി പോയി, ഒരു ഡ്രൈവറെ വെച്ച് പോയി. കാരണം എന്താ, ഈ ഞെരളത്ത് ശ്രീരാമചന്ദ്രസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താ വിചാരിച്ചാൽ, ഒരു 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 100-120 കൊല്ലം മുമ്പേ ഞെരളത്ത് രാമപൊതുവാൾ പറഞ്ഞിട്ടൊരു മഹാനുഭാവൻ, ചണ്ഡവിദഗ്ധൻ മാത്രമല്ല ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനാണ് സംഗീതത്തിൽ. ഈ വരുന്ന 12-ാം തീയതി, ഒക്ടോബർ 12-ാം തീയതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തിഥിയാണ്, മരിച്ച ദിവസമാണ്, 50ാമത്തെ വർഷം. എന്താ ഞാനിത് ഇത്ര ആലോചിക്കാൻ കാരണം, എൻ്റെ അച്ഛൻ മരിച്ച് ഈ സെപ്റ്റംബർ, ഞാൻ അത് 12-ാം തീയതി വിചാരിച്ചിരുന്നു, അങ്ങനെ ആയിരുന്നില്ല. അതായത് ഈ മാസത്തിൽ 2 തിഥി വരും. നക്ഷത്രങ്ങൾ വളരെ കണിശമായിട്ട് 1-2 മാത്രമേ ഒരു മാസത്തിൽ 2 നക്ഷത്രങ്ങൾ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ എൻ്റെ ചേച്ചി വിളിച്ച് എന്നോട് പറഞ്ഞു, എടാ അത് കഴിഞ്ഞ നവമി ആയിരുന്നു അച്ഛൻ്റെ തിഥി. പക്ഷേ എനിക്കതിൽ ബാധകമില്ല, കാരണം ഞാൻ ഒരു ദിവസത്തിൽ 3 എപ്പിസോഡ് പറയുമ്പോൾ 3 എപ്പിസോഡിലും ശ്രീ രംഗനാഥ ശർമ്മണയെ നമാന്ന് പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദക്കണ്ണീർ വഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, അദ്ദേഹം എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഭാഗവതം കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു 100 മടങ്ങ് മേലെ എനിക്ക് ഈ ഭാഗവതം എന്താണെന്നാ പറയുക, മറ്റുള്ളവർക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഈ അമ്പലത്തിലെ വാതിൽമാടത്തിലിരുന്ന്, ഞങ്ങളുടെ സ്വന്തം അമ്പലമാവുക കാരണം വാതിൽമാടത്തിൽ ഇരുന്ന് ഉപാസിച്ചു. ഞാനിപ്പോൾ ഈ എന്താണ് പറയുക, ഈ ഇലക്ട്രോണിക് മീഡിയ, അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം, അല്ലാണ്ട് വെറുതെ ആണോ ഇത്ര ഹിസ്റ്റീരിയ വരുന്നത്? അല്ല, എല്ലാറ്റിനും കാരണമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ശക്തി കുറഞ്ഞു വരുന്ന തീർത്ഥ ഹൃദയസ്ഥനായി ശ്രീ ഹരിദ്വാര പരിശുദ്ധങ്ങളാക്കുവാൻ വേണ്ടി നിങ്ങളും തീർത്ഥസ്നാനവും ക്ഷേത്രാദികളിൽ ചെന്ന് ദർശന നമസ്കാരാദികളും ചെയ്യുന്നു എന്ന് പറഞ്ഞ ശൈലി. ഇനി ഒരു ശ്ലോകം കൂടി പറഞ്ഞ് നിർത്താം. 11-ാമത്തെ ശ്ലോകം. അഭി ന സുഹൃൽ താത ബാന്ധവാ കൃഷ്ണദേവത ദൃഷ്ടാ ശ്രുതാ വായതവ സ്വപുര്യാം സുഗമാസതേ. ഇതാരാ പറഞ്ഞത്? ധർമ്മപുത്രരെ. അഭി ന സുഹൃസ്താത ബാന്ധവാ കൃഷ്ണദേവത ദൃഷ്ടാ ശ്രുതാ വായതവ സ്വപുര്യാം സുഗമാസതേ. കൃഷ്ണനാകുന്ന ദൈവത്തോടു കൂടിയവരും നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളായ യദുക്കൾ കാണപ്പെട്ടുവോ? നമ്മുടെ കൃഷ്ണൻ്റെ ആൾക്കാരേനോ കൃഷ്ണനൊക്കെ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് കണ്ടുവോ? കേൾക്കപ്പെട്ടുവോ? അവരെ പറ്റിയിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിച്ചുവോ? അവരുടെ നഗരിയിൽ സുഖമാകും വണ്ണം അവർ വസിക്കുന്നുവോ? ഒക്കെ ചോദ്യശരങ്ങളാണ്. അപ്പോൾ അത് ഭാവാർത്ഥത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഹേ താത. താത എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനമാണ്, ചെറിയച്ഛനാണ് അല്ലേ? ഹേ താത, ശ്രീകൃഷ്ണനെ ദൈവമായി കരുതിയവരും. ശ്രീകൃഷ്ണന് ആരാ? ശ്രീകൃഷ്ണൻ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണനെ ദൈവമായി കരുതിയവരും നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ യാദവന്മാർ അവരുടെ പട്ടണത്തിൽ സൗഖ്യമായിരിക്കുന്നുവോ? അങ്ങ് അവരെ എങ്ങാനും കണ്ടുമുട്ടിയോ? അവരെ പറ്റി വല്ലതും കേട്ടുവോ? അതാണ് ചോദ്യം.
ഞാൻ ഇതോട് നിർത്താമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സ് വരുന്നില്ല. 29 മിനിറ്റ് 47 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അടുത്ത ശ്ലോകം, സൂത ഉവാച, സൂതൻ ഇങ്ങനെയൊക്കെയാണെന്ന് ശൗനകാദികളോട് പറഞ്ഞു. 12ാമത്തെ ശ്ലോകം, ഇത്യുക്തോ ധർമ്മരാജേന സർവം തൽ സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതുകുലക്ഷയം. ഇത്യുക്തോ ധർമ്മരാജേന ഇത്യുക്തോ ധർമ്മരാജേന സർവം തൽ സമവർണയത് യഥാനുഭൂതം ക്രമശോ വിനായതുകുലക്ഷയം. ധർമ്മരാജനാൽ, ആരാ ധർമ്മരാജൻ? ധർമ്മപുത്രര്. ധർമ്മരാജനാൽ ഇപ്രകാരം പറയപ്പെട്ടവൻ യദുകുലനാശം ഒഴികെ എല്ലാറ്റിനെയും അനുഭവിച്ച പ്രകാരം നന്നായി വർണ്ണിച്ചു. അപ്പോൾ ഈ വിതുരർക്ക് മനസ്സിലായിരുന്നു യദുകുലനാശം സംഭവിച്ചെന്നു. അത് പറഞ്ഞില്ല, കാരണം എന്താ? ദുഃഖിക്കും. അതാണ് അപ്രിയ സത്യം മറച്ചു വെക്കണമെന്ന് ഒരു പൊരുളുണ്ട്. അപ്രിയ സത്യം, പെട്ടെന്ന് ഷോക്കാവുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് അവരെ വേറെ എങ്ങനെയെങ്കിലും അറിഞ്ഞോട്ടെ പറഞ്ഞു. അതാണ് അപ്രിയ സത്യം. അപ്രിയ സത്യം പറയാൻ പാടില്ല. അപ്പോൾ സൂതൻ പറഞ്ഞു, ഇങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചപ്പോൾ വിതുരൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ സകലവും ക്രമത്തിൽ പറഞ്ഞു. യദുകുലം നശിച്ച വിവരം മാത്രം അറിയിച്ചില്ല. അടുത്ത ശ്ലോകം 13. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം ന അവേദയേത് സകരുണോ ദുഃഖിതാൻ ദൃഷ്ടുമക്ഷമാ. അന്വപ്രിയം, അന്യന് പ്രിയമുള്ളതേ പറയാൻ പാടുള്ളൂ. അന്വപ്രിയം ദുർവിഷഹം, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ദുർവിഷഹം നൃണാം, സത്യമാണെങ്കിലും സ്വയം ഉപസ്ഥിതം ന അവേദയേത്, നിവേദിക്കാൻ പാടില്ല, നിവേദനം ചെയ്യാൻ പാടില്ല. ന അവേദയേത് സകരുണോ ദുഃഖിതാൻ ദൃഷ്ടുമക്ഷമാ. നോക്കൂ, ഈ ഭാഗവതം പഠിക്കേണ്ട മാതിരി പഠിച്ചാൽ സ്വഭാവ രൂപീകരണം വരും. ഇതെപ്പോൾ വേണം? 6, 8, 10 വയസ്സിൽ അല്ലേ? നമ്മൾ സയൻറ്റിഫിക് ഈ കമ്പ്യൂട്ടറെ പറ്റിയിട്ടും ഫോണിനെ പിന്നെ ടച്ച് ഫോണിനെ പറ്റിയിട്ടൊക്കെ എത്ര കുട്ടികൾ എത്ര വേഗം പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഭാഗവതം പഠിപ്പിക്കണില്ല? അച്ഛനമ്മമാർക്ക് ഇതിൻ്റെ കാഴ്ചപ്പാട് കമ്മിയാണ്. ഞാൻ അതിൽ ലക്കിയായതെന്താ? എൻ്റെ അച്ഛൻ തമിഴിൽ ഭാഗവതം പഠിച്ച് കുറച്ച് കഥകളും വേദാന്തങ്ങളൊക്കെ പറഞ്ഞു തരുക കാരണം ഞാൻ അതിനൊരു പിടിവള്ളിയായിട്ട് പിടിച്ചു. അതിന് ഞാൻ വിജയിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മനുഷ്യർക്ക് താനേ വന്നതും സഹിപ്പാൻ പ്രയാസമായതുമായ അനിഷ്ടത്തെ ദുഃഖിക്കുന്നവരെ കാണാനായിക്കൊണ്ട് അശക്തനും. നമ്മൾ ആരായിരിക്കണം? നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നത് കാണാൻ അശക്തന്മാരാവണം. അവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇതാണ് ഗുണപാഠം. അപ്പോൾ കാണാനായിക്കൊണ്ട് അശക്തനും, അക്ഷമ എന്നാണ് വാക്ക്, കരുണയുള്ളവനും അറിയിക്കരുത്. ന ആവേദയേത്, ന ശബ്ദമാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. യദുകുലക്ഷയത്തെ എന്തുകൊണ്ടാണ് അറിയിക്കാത്തത് എന്നതിന് സമാധാനം കവി പറയണം. മനുഷ്യർക്ക് ദൈവഗത്യ സംഭവിക്കുന്നതും സഹിക്കാൻ പ്രയാസമുള്ളതുമായ വൃത്താന്തങ്ങളെ അന്യരുടെ ദുഃഖം കാണാൻ ശക്തിയില്ലാത്തവനും കരുണയുള്ളവനുമായ പുമാൻ, വ്യക്തി എന്നർത്ഥം, അറിയിക്കരുത് എന്ന ന്യായത്തെ അനുസരിച്ച്, അതൊരു ന്യായമാണ്, അനുസരിച്ച് പാണ്ഡവർക്ക് അസഹ്യവും ദൈവഗത്യ നേരിട്ടതുമായ ആ യദുകുലക്ഷയത്തെ അവരുടെ ദുഃഖം കാണാൻ അശക്തനും കരുണയുള്ളവനുമായ വിതുരർ കണ്ട ഉടനെ അറിയിച്ചില്ല. സമയം കിട്ടൂലോ, മെല്ലെ പറയാം, പെട്ടെന്നൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞ് വേണ്ട ചിലതൊക്കെ പറഞ്ഞു, വേണ്ട ചിലതിനെ ഹൈഡ് ചെയ്തു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.